നമസ്കാരം. മാർക്കറ്റ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മോഡലിലേക്ക് ഇങ്ങനെ അപ്സൈഡ് കയറുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രമുഖർ മുഴുവൻ വീഴും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇത് കയറുന്നതായി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീഴും. അപ്പോൾ ദേ അഗെയിൻ ഫോൾസ്. ഇതിപ്പോൾ ഈ മുകളിലേക്ക് നോക്കിയിട്ട് ഒരു ഫേമസ് കോമഡി ഉണ്ട്. ഒരു ട്രേഡിങ് കമ്പനിയാണ്, ടിപ്സ് കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആളുകൾ പുറത്ത് മഴ പെയ്യുന്ന കണ്ടിട്ട് ഒയ്യോ ഭയങ്കര മഴ അതേ പിടക്കിനെന്ന് പറഞ്ഞിട്ട് വീണു എന്ന് പറഞ്ഞിട്ട് വെള്ളം വെച്ചു ഐസ് വീണ സമയത്ത്. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഫോൺ എടുത്തിട്ട് ഇതേ എപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്ത മാതിരിയാണ് അവസ്ഥ. എന്താ ഇവർ പറയണതെന്ന് ഇവർക്കും അറിയില്ല, ഇവരെ കാണുന്ന ആളുകൾക്കും അറിയില്ല, ഇതിനോട് ബന്ധപ്പെട്ട ആർക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മളുടെ സെൻസി പുള്ളിൻ്റെ പാർട്ടി എന്താണ് അബിത് അവിടെ കുത്തിരുന്നിട്ട് ആളുടെ ഡെയിലി നിഫ്റ്റി അനാലിസിസ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റി അനാലിസിസ്. ഒരു എക്സൽ എടുക്കും, വെർഡിക്റ്റ് മറ്റേത് പറിച്ചത്. ഇത്രയും വലിയ കോമഡി ഷോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. എന്നിട്ട് മർബൂസു ക്യാൻഡിൽ വരുന്നു, അവിടെ എൻഗൾഫിക്ക് വരുന്നു, പിന്നെ ഏതോ ബോണ്ടിന്റെ വാല്യുവേഷൻ എടുക്കണു, പിന്നെ ഏതോ ഫോറിൻ മാർക്കറ്റിന്റെ അനാലിസിസ്, ഏതോ ആവറേജ് ലൈൻ ക്രോസ് ഓവർ. ഇവനൊന്നും നേരം എടുത്തിട്ടില്ല. അല്ല, കഷ്ടാണെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. ഏതാരോ ഒരു മീമില് പറയില്ലടാ പന്നി ഇങ്ങനെയൊന്നും അല്ലടാ, ഇങ്ങനെയൊന്നും അല്ലടാന്ന് പറയില്ലേ. എക്സാക്ട്ലി ദ സെയിം ഈസ് ഹാപ്പനിങ്. കോമഡി ആക്കാണ്ടിരിക്കുമോ നമ്മള്? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖല നിങ്ങൾക്കറിയാലോ. മേ ബി ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഫഷണലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നല്ലേ. ആ സ്ഥലത്ത് ഞാൻ പേഴ്സണലി മണ്ടനാണ് അവിടെ, അല്ലേ? നിങ്ങളുടെ ഏരിയയിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുകളിലോട്ട് പവർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം അതെൻ്റെ ഫീൽഡല്ല, അല്ലെങ്കിൽ എനിക്കതിൽ എക്സ്പെർട്ടൈസ് ഇല്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവാണ്, ഞാനത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ആ സബ്ജക്റ്റിൽ ഭയങ്കര പുലിയാണ്, യു ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അവിടെ ഞാനൊരു യൂട്യൂബിൽ വന്നു തീരത്തിൽ അതിനെക്കുറിച്ചിട്ട് ഭയങ്കര എക്സ്പ്ലനേഷൻ. എന്നാൽ പറയുന്നത് മുഴുവൻ ആന മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു തരം മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവനുണ്ടല്ല, ഇപ്പം എന്ത് പൊട്ടത്തരാ പറയണേ എന്നാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം നിങ്ങളുടെ ആ സ്റ്റാൻഡേർഡ് അതിനെ അനുവദിക്കുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അല്ല. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ 4 ആൾ കണ്ടാൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു മോശമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യുക? കാരണം ഒബ്വിയസ്ലി നിങ്ങളൊരു നോൺ പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആന മണ്ടത്തരം പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു പക്ഷെ പറയുന്നത് വളരെ നിങ്ങളുടെ അറിവിന്റെ പോരായ്മയാണത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ട്രൈ ടു കളക്ട് ഇൻഫർമേഷൻ അറ്റ് മാക്സ്. നിങ്ങളിപ്പോഴും ശിശുവാണ്, നിങ്ങളതിൽ നിന്ന് വളരൂ. നിങ്ങൾ ഈ നോർമൽ ഈ 99% ആളുകൾ ഫോളോ ചെയ്യുന്ന പാത്ത് വിടൂ. നിങ്ങൾ അടുത്ത ലെവലിൽ എക്സ്പ്ലോർ ചെയ്യൂ. അവിടെയാണ് ഇതിന്റെ ഒറിജിനൽ സാധനം ഇരിക്കുന്നത്. ഇവിടെയൊന്നുമല്ല. ഇതിലൊന്നും നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഇതൊന്നുമല്ല ഇതിന്റെ സാധനം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ കം വിത്ത് us. ലൈവിൽ നമ്മ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? എങ്ങനെയാണിത് വർക്ക് ചെയ്യണതെന്നും, ഇതിപ്പോ തിരിയോ, ഇതിപ്പോ പൊളിയോ, ഇതിപ്പോ കേറോ, ഇതിപ്പോ ഇറങ്ങോ. ഇനിയിപ്പോ ഈ ആഴ്ചയുടെ ഒരു ഇത് എങ്ങനെ സംഭവിക്കും, ഇത് എവിടെ പോയി എക്സ്പയർ ആവും, ഇതിന്റെ ഒരു ഏകദേശം മൂവ്മെന്റ്സ് ഇതെവിടെയൊക്കെ പോവും, വി നോ ഇറ്റ്. ഇനി മാർക്കറ്റ് ഇപ്പൊ ഈ കാണുന്ന സാധനം മുകളിലേക്ക് കയറൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് നിഫ്റ്റി മാത്രമല്ല, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഉള്ള സ്റ്റോക്സിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള സ്റ്റോക്സ് എടുത്തിട്ട് ആ സ്റ്റോക്സിന്റെ ഇൻഡിവിജ്വൽ അനാലിസിസ് നടത്തുമ്പോൾ ആ സ്റ്റോക്സിന്റെ സിറ്റുവേഷൻസ് എവിടെയാണ്, വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു മൂവ് അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് ഓർ അതിന്റെ ട്രജക്ടറി താഴേക്കാണോ മുകളിലേക്കാണോ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഒരു പരിധി വരെ പറയാൻ പറ്റും.
ഇങ്ങനെ പണിയെടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇതൊരു വലിയ റിസ്ക് പിടിച്ചൊരു ഏരിയയാണ് ഈ ഓപ്ഷൻ ട്രേഡിങ്. ഇതറിയാത്ത ആളുകൾ ഇതിൽ നിന്ന് ഓവർനൈറ്റ് സക്സസ് ആവാമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവല്ലേ. ഈ പറയുന്ന ആളുകളൊക്കെ വന്നു കുത്തിയിരുന്ന് പറയുന്നതിൻ്റെ റീസൺ അവൻ്റെ പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രമാണ്. ടു ബി വെരി ഫ്രാങ്ക്. കാരണം അവർക്ക് സബ്സ്ക്രിപ്ഷനിൽ കമ്മീഷൻ ഉണ്ട്. നിങ്ങൾ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ചാനലിലൂടെ നിങ്ങൾ എടുക്കുമ്പോൾ അവർക്കതിൽ കമ്മീഷൻ ഉണ്ട്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ പല മ്യൂച്വൽ ഫണ്ടും ബാക്കിയുള്ളതൊക്കെ അവർ സെല് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഗെറ്റിംഗ് മണി. അതിന് വേണ്ടിയിട്ടാണ് ഈ കുത്തിയിരുന്ന് വന്ന് ഈ മുഴുവൻ കഥ പറച്ചിലും. നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പമ്പ് ചെയ്താൽ ഈ പറയുന്നവനെ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. പിന്നെ അവനെങ്ങനെ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റുക? മനസ്സിലാക്കണം. അപ്പോൾ കോമൺ സെൻസ് അപ്ലൈ. നിങ്ങൾ വല്ല സിപ്പോ ഇൻവെസ്റ്റ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും പോ. അല്ല സമയമുണ്ടെങ്കിൽ നമ്മൾ ടിപ്സിലൊക്കെ വന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ പരിപാടികൾ ഇവിടെ ഉണ്ട്. പണി അറിയാണ്ട് ഇപ്പോൾ ഇത് ചെയ്യില്ലല്ലോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ മണ്ടത്തരങ്ങൾ, ഇപ്പം ഞാൻ മണ്ടത്തരാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാനുള്ള വേദി ഉണ്ടല്ലോ. നമ്മൾ ലൈവിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ നമ്മൾ തന്നെ, ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ആ മാർക്കറ്റ് മുകളിൽ കയറുകയാണ്. നമ്മൾ പൊട്ടി വീണിട്ടോ വൈകുന്നേരം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചത്തെ. നമ്മൾ ട്രേഡ് അറ്റംപ്റ്റ് ചെയ്തില്ല. ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്തു, പ്രോഫിറ്റിലാണ്. പിന്നെ രണ്ടാമത് ഗംഭീര ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു 10-60 പോയിന്റ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ സംസാരിച്ചു ഇത് മോളിൽ പോവും. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് ലേണിംഗ് കർവാണ്. കാരണം അതൊരു പുതിയ ടൈപ്പ് ഓഫ് സാധനമാണ്. അപ്പോൾ നമുക്കവിടെ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ഏതൊരു സാധനവും ബൈ ലക്കിൽ നമുക്ക് വേണ്ട. നമുക്ക് ചെയ്യുമ്പോൾ അത് അറിയണം ഇതെന്താണ്, എന്തുകൊണ്ട്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇന്ന് എനിക്ക് കാശ് കിട്ടി അങ്ങനത്തെ കാശ് വേണ്ട. നമുക്ക് കാശ് കിട്ടിയെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയണം കാശ് കിട്ടാനുള്ള മൂല കാരണം എന്താണെന്ന്. എന്നും കിട്ടുന്ന കാശാണ്, അല്ലാണ്ട് ഒരു ദിവസം അല്ലത്. അപ്പോൾ നമ്മളെ അപ്രോച്ച് ഡിഫറെൻ്റാ. നമ്മളൊരിക്കലും എന്താ പറയുക, ഈ ഒരു ലക്കിൻ്റെ പുറത്ത് മൂവ് ചെയ്യുന്ന ആളുകളല്ല. കഴിഞ്ഞ വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചതാണ്. ലക്ക് നമുക്ക് ഫേവർ അല്ലാത്ത സമയങ്ങളിൽ ലൈഫിൽ വരും. ഈ ലക്കിൻ്റെ പുറത്ത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കുറേ ഫോർച്യൂൺ വരും. ലക്ക് പോകുമ്പോൾ അത് കുത്തിയൊലിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ കടപ്പുറത്ത് കണ്ടിട്ടില്ലേ, ചില സമയങ്ങളിൽ തരം വന്നിട്ട് മണ്ണിങ്ങനെ കയറ്റിയിടും. പിന്നെ പോയി നോക്കുമ്പോൾ അത് കൊലിച്ചു പോയിട്ടുണ്ടാവും. അതാണ് ഈ ലക്കിൻ്റെ വിഷയം. അത് സീസണാണ്. നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഈ പണി അറിയണം. അപ്പോൾ ഈ ആളുകൾ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ, അല്ലെങ്കിൽ പല ആളുകൾ അടിച്ചിട്ട വീഡിയോ കാണുന്നത്, അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ഈ അറിയില്ലെങ്കിൽ മിണ്ടാണ്ട് ഇരുന്നൂടവന്മാർക്ക് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ നിഫ്റ്റിയുടെ നമ്പേഴ്സ് പറയുന്നില്ല. കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞിരുന്നു എക്സാക്ട്ലി ദ നമ്പർ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എക്സ്പയറിയിൽ. ആ നമ്പർ ഇനി പറയാത്തത് എന്താ? അതൊക്കെ പെയ്ഡ് സർവീസാണ്. അങ്ങനെ നമ്പർ പറഞ്ഞ ആളാവേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? പണി പഠിക്കുക എന്നുള്ളതാണ് ബേസിക്കലി. അറിയാത്ത ആളുകൾ നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കൂ. അതിനെക്കുറിച്ച് മാക്സിമം നോളജ് കളക്ട് ചെയ്യൂ, എന്നിട്ട് സംസാരിക്കുക. അല്ലാതെ ഈ സബ്ജക്റ്റ് ആർക്കും അറിയില്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യില്ല. ബിക്കോസ് ചോദ്യം ചെയ്യണമെങ്കിൽ അവനറിയണം. ഇതിന് പൊതുവെ ഒരു സ്മോക്ക് സ്ക്രീൻ ഉണ്ട് ഈ സബ്ജക്റ്റിന്. കാരണം മാർക്കറ്റാണ് ഇത്, ആർക്കും അങ്ങനെ ഇത് എന്താ പറയുക, അത് അത്ര കണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാലും ജനം എതിർക്കില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആൾ എതിർക്കില്ല എന്നൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ വന്നു കുത്തിയിരുന്നിട്ട് ഭയങ്കര പടപടയ്ക്കുന്നത്. അല്ലെങ്കിൽ സംസാരിക്കില്ല, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ദയവേത് മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഇതിൽ കുറേ ആളുകൾ കണ്ടിരിക്കുന്നുണ്ട്. വെറുതെ അവന്മാരെ കാശ് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയണ്ട. അല്ല, അത് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ലെന്ന് നമുക്കറിയാം. കാരണം നിങ്ങൾക്ക് അതിനോട് യാതൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകളാണ്.
ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ പോക്കറ്റ് ശരിയാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈമറി ടാർഗറ്റ്. ഒന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഈ സെൻസിബിളുമാരത്തെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് വെച്ച വിദ്വാൻ പോലും ഈ കോലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എന്താ പറയാനുള്ളേ? ഇതാണ് അവസ്ഥകള്. ഇവർക്കാർക്കും സ്ക്രീനിന്റെ മുന്നിലിരിക്കാൻ സമയമില്ല. ഇവർക്ക് 100,000 ജോലിയാ. ഇവർക്ക് ട്രേഡേഴ്സ് കണക്ട്, ഇവർക്ക് മറ്റ് പരിപാടികൾ, അവിടെ സെറ്റ് ഇവിടെ സെറ്റപ്പ്, അതാക്ക്. ട്രേഡ് ചെയ്യലല്ല ബേസിക്കലി പ്രോഗ്രാം. അത് ചെയ്താൽ കാശ് കിട്ടില്ല എന്നുള്ളത് വെൽ നോൺ ആണ്. അപ്പോൾ അതിൻ്റെ അലൈഡ് സ്ട്രീംസ് എക്സ്പ്ലോർ ചെയ്യുക, അത് മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രൈം ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ ഈ 9 to 5 ജോബ് കളഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ഇത് ഭയങ്കര ഈസിയാണ്, വി ക്യാൻ മേക്ക് മാസീവ് റിട്ടേൺ, നമുക്ക് ഭയങ്കര പോഷ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ആർ റോങ്. നിങ്ങൾ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ 9 to 5 ജോബിൻ്റെ ഒരു 5 ഫോൾഡെങ്കിലും ഇനീഷ്യലി 5 ഇയർ നിങ്ങളിവിടെ വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു നേക്കഡ് ട്രൂത്താണ്. ഇപ്പം നമ്മളിത് ഇത്ര ഈസി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്, നല്ലൊരു ടീമുണ്ട്. അല്ലാണ്ട് ഇത് വെറുതെ പറയുന്നില്ല. അല്ലാതെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ഇവിടെ ഒത്തിരി പേര് ചെയ്യും. ഇതിൻ്റെ പിന്നിൽ ഇറങ്ങിയിട്ടുള്ള സകല ആളുകളും ലോസ് ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ചാടിപ്പിടിച്ച് കയറണ്ട. ഇപ്പം നല്ല ജോലിയുണ്ട്, അതിനെ ഷാർപ്പൻ ചെയ്യൂ, സിപ്പ് എടുക്കൂ, അതിൽ പോ. നമ്മളടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ അതൊന്നും ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കത് പൈസയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളിവിടെ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടച്ചിട്ട് നമുക്കിവിടെ രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി നോ ദ ബിസിനസ് വാട്ട് വി ആർ ഇൻ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ, അല്ലെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാനൊന്നുമല്ലത്. ഇതൊരു യാഥാർത്ഥ്യം, മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ വീഡിയോയിലേ ഇല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് വീഡിയോ ചെയ്യാന്നുള്ളതൊരു പ്രൈം അജണ്ടയല്ല, പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ്. വീഡിയോ ടൈം പാസ്സാണ് ബേസിക്കലി. അപ്പോൾ കുറെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയാ, ഒരു ജനങ്ങൾ മനസ്സിലാക്കട്ടെ. എല്ലാവരും പറയുന്നു ഇത് ഈസിയാണ്. ചിലർ പറയും ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലോസ് ഉണ്ടാവും, ആ ലോസൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിജയിക്കുന്ന ഒരു ദിവസം വരും. വരും 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 അപ്പോഴേക്കും നിന്നെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്ന് നിലത്ത് വയ്ക്കും. അവിടെ വരെ നീ ഓടും. ഇതൊക്കെ ഡയലോഗ് പറയാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു പാട്ട BMW അല്ലെങ്കിൽ ഒരു മെർസിഡീസോ മേടിച്ചിട്ടിട്ട് ഹൈ ലക്ഷറി ഷോഫ് ആളെ പറ്റിക്കാൻ വേറെന്ത് സംഭവം. അപ്പോൾ ജനങ്ങളെ അട്രാക്ട് ചെയ്യുക, ഞാൻ പഠിപ്പിച്ചാൽ സെറ്റാവും. എന്നാൽ പഠിപ്പിച്ചോ കുഴപ്പമില്ല, നീ ലക്ഷം ഫീസ് മേടിച്ചോ കുഴപ്പമില്ല. ആ മേടിച്ച ഫീസ് 4 ടിപ്സ് കൊടുത്തിട്ട് റിക്കവർ ആക്കി കൊടുക്കുക. അപ്പം നമ്മളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയും, നിങ്ങൾ 50,000 ഫീസ് വരും, പക്ഷേ നിങ്ങളെ ഫീസ് മുഴുവൻ മാർക്കറ്റിൽ നിന്ന് റീഫണ്ട് ചെയ്യപ്പെടും. നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്ത് തരും, ട്രേഡ് ചെയ്യാൻ പറ്റും, വിൽ മേക്ക് മണി. അല്ലാതെ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂട്ടിയിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നതിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഡൗട്ടൊന്നും ക്ലിയർ ചെയ്യാനില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൊല്ലം മുഴുവൻ ഡൗട്ട് തന്നെയാണ്, അടുത്ത കൊല്ലം മുഴുവൻ ഡൗട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്ത് ശരിയാക്കുന്നത്? പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും പഠിപ്പിക്കുന്ന സ്ട്രീംസ് ഒരു മാർക്കറ്റിലേക്ക് ഒരു എൻട്രി, ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇന്ന മാതിരി കാര്യങ്ങളുണ്ട്, ഇന്ന മാതിരി ചെയ്താൽ ഓഫ് കോഴ്സ് പിടിച്ച് നിൽക്കാം. പിന്നെ അഡ്വാൻസ്ഡ് ആണ്, അത് നമ്മുടെ പേഴ്സണൽ സാധനങ്ങളാ. അതൊക്കെ എങ്ങനെ എടുത്തു കൊടുക്കുന്നേ? ഒരിക്കലും നടക്കില്ലല്ലോ.
ഈ കോപ്പി റൈറ്റഡ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ കയ്യിലൊക്കെ ഒരുപാട് കാശ് കൊണ്ടുപോയിട്ട് ഇതിന്റെ അകത്തിട്ട് കളിക്കണ്ട, ഉറക്കം പോവും, ലൈഫ് സ്പോയിൽ ആവും. കീപ് ഇൻവെസ്റ്റിംഗ്. മാർക്കറ്റ് എന്തായാലും അടുത്തൊരു 10-30 വർഷം 20 വർഷം കഴിയുമ്പോൾ അത് മൊളിപ്പോവും, ഭയങ്കരമായിട്ട് മൊളിപ്പോവും. നമ്മൾ ഈ കണ്ടൊന്നാവില്ല. പിന്നെ പ്രശ്നം ഇപ്പോഴുള്ള സ്റ്റോക്സ് ഒക്കെ അവിടെ ഉണ്ടാവോ, ഇപ്പോഴുള്ള കമ്പനിയൊക്കെ ഇവിടെ ഉണ്ടാവോ, പുതിയ എൻവറോൺമെന്റ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട് എക്സ്റ്റേണൽ, അതിനെ വിക്സ്റ്റാൻഡ് ചെയ്യുന്ന കമ്പനി എത്രയുണ്ട്, നമ്മളെടുത്ത കമ്പനി ആ കുത്തൊഴുക്കിൽ ഒഴുകി പോവോ, നിൽക്കോ, അതൊക്കെ അറിയണം. അതൊക്കെ അറിയാനാണ് ഇപ്പോൾ നമ്മളെ പോലുള്ള പ്രൊഫഷണൽ സപ്പോർട്ട്സിൻ്റെ ആവശ്യം വരികയാണ്. നോർമലി നിങ്ങൾ 2 കമ്പനി എടുത്ത് വെച്ചു, ABC കമ്പനി വിൽ റൺ വിശ്വാസമാണ്. പക്ഷേ ആ സിറ്റുവേഷനിൽ അവർ നിൽക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റർ ആരൊക്കെയാണ്, അവർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സെയിൽസ് കൂടുന്നുണ്ടോ, ഇതിനൊക്കെ ഫിഗേഴ്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി അതാർക്കും പറ്റും, എൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ChatGPT ചോദിച്ചാൽ മതി ഈ കമ്പനി നിൽക്കുമോ നിൽക്കില്ല എന്ന്, ഏതൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചാൽ നോക്കണ്ടേ, എങ്ങനെയാണ് നോക്കണ്ടേ, അപ്പോൾ അവർ പറഞ്ഞു തരും. ഇതിന് എൻ്റെ ആവശ്യമില്ല. എൻ്റെ ആവശ്യം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി വേർ ടു ബൈ ആൻഡ് ടു ഫൈൻഡ് ദ എക്സിറ്റ് പോയിന്റ്. ഇതിനാ എൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങളെടുക്കാൻ ഉദ്ദേശിച്ച ഷെയർ XYZ, ഇതെവിടെ മേടിക്കണം നിങ്ങൾക്കറിയില്ല. ഐ വിൽ ഹെൽപ്പ്. ഇതെവിടം വരെ പോവും, എവിടെ എക്സിറ്റ് ചെയ്യണം, എത്ര നാൾ കൊണ്ട് പോവും, ഐ വിൽ ഹെൽപ്പ്. ഇതാണ് എൻ്റെ പരിപാടി. അല്ലാതെ ഏവറേജ് ചെയ്യാനോ മറ്റേതോ മറിച്ചോ ഒന്നുമില്ല. വി വിൽ മേക്ക് എ ബൈ പോയിന്റ്, പുട്ട് എ സ്റ്റോപ്പ് ലോസ് അറ്റ് എ ടാർഗറ്റ്. ഇഫ് ദാറ്റ് ബ്രേക്സ്, വെയിറ്റ്, വി ക്യാൻ മേക്ക് അനദർ എൻട്രി ഹിയർ, പ്രൊവൈഡഡ് ഫണ്ടമെന്റൽ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ. ബ്രേക്ക് ഔട്ടും പരിപാടിയും നമുക്കില്ല കേട്ടോ, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എൻ്റെ പരിപാടി, പ്രൈസ് കൺസൾട്ടിങ്. ഇത് പല ആൾക്ക് നമ്മൾ ചെയ്യുന്നതാ. ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള പല ഫേംസിനും നമ്മൾ ചെയ്യുന്നതാണ്. ഇൻഡിവിജ്വൽസ് അല്ല, വലിയ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഫേംസ് ഉണ്ട്. വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ നിങ്ങൾ ഈ അറിയാത്ത പണിക്ക്, എസ്പെഷ്യലി ഓൺ ഓപ്ഷൻസ്, നിൽക്കണ്ട. പൈസ ഇവര് കാണിക്കുന്ന ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല. ഇത് ഗിമിക്കാണ്. അവരുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. സോ ഇവിടം കൊണ്ട് ചിന്തിക്കരുത്, ഇവിടം കൊണ്ട് ചിന്തിക്കുക. യൂസ് ബ്രെയിൻ, നോട്ട് ഹാർട്ട്. ഹാർട്ട് യൂസ് ചെയ്ത് നിങ്ങൾ വീണു പോകും. കാരണം അവരത്രയും സ്വീറ്റായിട്ട് സംസാരിച്ച് നിങ്ങൾ കൺവിൻസ് ചെയ്യും. മനസ്സിലായില്ലേ? അവര് അമ്മമാരെ നിങ്ങൾ കൺവിൻസ് ചെയ്തോളെ. നിങ്ങൾക്കൊരു സാധാരണ ഒരാൾക്കോടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവർ ആ രീതിയിൽ പോളിഷ് ചെയ്യും. ബിക്കോസ് they are trained to do so. അത് ഇപ്പം ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ബട്ട് നിങ്ങൾ മുന്നോട്ട് പോയി ഒരുപാട് ചതിയിൽപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ആളുകളെ അനലൈസ് ചെയ്യണം, എങ്ങനെ ആളുകളെ തിരിച്ചറിയണം എന്നുള്ളത്. അതൊരു ആർട്ടാണ്. അത് എളുപ്പം കൊണ്ട് ആരും പഠിക്കില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറയിലെ കുട്ടികളോട് പറയുക, കാരണന്മാരെ കൂടെ സമയം കിട്ടുമ്പോൾ ചിലവാക്കണം. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ കൂടെ പോയിട്ട് സംസാരിക്കണം. അവരോട് സംസാരിക്കാൻ കിട്ടുന്ന സമയങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഏജ്ഡ് ആയിട്ടുള്ള കള്ളുടിയനോ മണ്ടന്മാരുടെ അടുത്തല്ല കേട്ടോ, കുറച്ച് വിവരമുള്ള ആളുടെ അടുത്ത്, കുറച്ച് ക്വാളിറ്റി ഉള്ള ആളുടെ അടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. അപ്പം നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണ്ട, നേരിട്ട് ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ മതി. ബിക്കോസ് വി നോ ഇറ്റ്സ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു 10-20 വയസ്സാകുമ്പോൾ ഉള്ള സമയത്ത്, ഇപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു 20 വയസ്സുള്ള സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള അച്ഛനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാരണന്മാരും പറയുമ്പോൾ നമ്മൾ എതിർക്കും. ബിക്കോസ് നമ്മൾ പുതിയ കാലങ്ങൾ കാണുന്നു, നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുന്നു. ഇവരൊക്കെ പഴയ ആളുകളാണ്, ഇവർക്ക് നമ്മളത്ര ബോധമില്ല. അങ്ങനെ നമ്മളൊരു കുറച്ച് ഏജ്ഡ് ആവുന്ന സമയത്ത് ആണ് നമ്മൾ തിരിച്ചറിയുക അവരന്ന് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റായിരുന്നു. അവർക്കുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ലോകപരിചയം. നമുക്കന്നില്ലാത്തതും അതായിരുന്നു. നമുക്കുള്ളത് ബുക്കിലുള്ള നോളജ്.
ഇത് മിക്സ് വിത്ത് കോമൺ സെൻസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ഇത് വെറുതെ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതും കോമൺ സെൻസും വെച്ചിട്ട് വേണം ഈ സാധനം അപ്ലൈ ചെയ്യാൻ. എന്നാലും ഇത് വർക്കാവുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണത് ഒരുപാട് അടി കിട്ടിയതിന് ശേഷം അല്ലേ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അന്ന് അവർ പറഞ്ഞിരുന്ന പലതും കറക്റ്റായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇന്നത്തെ തലമുറ പറയുമ്പോൾ ഞങ്ങൾ പുതിയ ജനറേഷനാണ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യം അറിയാം, ഞങ്ങൾ ഒരുപാട് സംഗതികളുണ്ട്, ഞങ്ങൾ എന്താ പറയുക ന്യൂജൻ സംഗതികൾ, ന്യൂ ടെക്നോളജിയിലേക്ക് ജനിച്ച് വീണ ആളുകളാണ്. വി ആർ മച്ച് ബെറ്റർ. ഇവരും ഈ പറയുന്ന സ്റ്റേജിലോട്ട് പതുക്കെ പതുക്കെ എത്തും. അന്നേരത്ത് ഇവർ മനസ്സിലാക്കണത് എളുപ്പമല്ലല്ലോ ലൈഫ്, വലിയ പാടാണല്ലോ, ഇത് നമ്മൾ ഉദ്ദേശമാതിരി സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പസിലല്ലല്ലോ, ഇതിന് വേറെ കുറെ മിക്സ് വേണമല്ലോ, ഇതിന് ദൈവാധീനം വേണമല്ലോ, ഇതിന് മറ്റേത് വേണമല്ലോ, ഇതിന് മറിച്ചേ വേണമല്ലോ എന്നൊക്കെ. യെസ്, ആ സമയം വരും. അത് വരാണ്ട് ആരും ഇവിടെ നിന്ന് പോയിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ബേസിക്കലി ക്ഷമയില്ല എന്നുള്ളതാണ്. സ്പീഡ് കൂടല, പേഷ്യൻസ് ഇല്ല. ഈ ഒരു ബിസിനസ്സിന് വേണ്ടത് കാത്തിരിക്കാനുള്ള ഒരു മനസ്സും ഒരുപാട് പേഷ്യൻസും. ഇരുന്നിരുന്നിരുന്ന് ബോറടിക്കും. അവിടെ നമ്മൾ പേഷ്യൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത മേഖലയാണത്. സോ ഫസ്റ്റ് തന്നെ അവരുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ റെഡ് ഫ്ലാഗ് ആണ്. നോ ആണ്, ബിഗ് നോ, ഡോണ്ട് ഡു. കാരണം നിന്നെ നോക്കുമ്പോ നീ ഭയങ്കര തിക്കുന്നവർക്കും ബഹളമാണ്. സോ അതിവിടെ ഫസ്റ്റ് ലെവൽ ഓഫ് എന്താ പറയാ ബാരിയറാണ് എൻട്രി ടു. കിട്ടില്ലേ? അപ്പൊ ബേസിക്കലി കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സാധനം ഒരു പരിധിയിൽ കൂടുതലുള്ള ക്ഷമയാണ്. മെഷീന്റെ മുന്നിൽ, മാർക്കറ്റിന്റെ മുന്നിൽ, വിത്ത് ഗ്രാഫ്. അപ്പോ എനിവേ ഇത്തരം ആളുകളെ കൂടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്ര എനിക്കിന്ന് പറയാനുള്ളൂ. ബൈ ബൈ.